30-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഇതിനെ ഭവന പ്രതിഷ്ഠാ ഗീതമെന്നും കൃതജ്ഞതാ ഗാനം എന്നും വിളിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് 2 ശമൂവേൽ 24-ാം അധ്യായത്തിലും 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 21-ാം അധ്യായത്തിലും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ദാവീദ് ദൈവത്തോട് പാപം ചെയ്തു. ആ പാപം ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ തൻ്റെ ജനത്തെ എണ്ണി എന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ജനത്തെ എണ്ണുന്നതിന് മുൻപ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ദാവീദ് ആ പ്രമാണത്തെ ലംഘിച്ചു. പ്രമാണങ്ങളിൽ ഒന്ന് ഇതാണ്: 20 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവരക്ഷയ്ക്കായിട്ട് പ്രായശ്ചിത്തമായി 1/2 ശേക്കൽ വെള്ളി ദേവാലയ നികുതിയായി കൊടുക്കണം. 2-ാമത്തെ പ്രമാണം ദൈവത്തോട് ആലോചന ചോദിക്കണം. ഇത് രണ്ടും ദാവീദ് ലംഘിച്ചു. ദൈവത്തിൻ്റെ ന്യായവിധി വന്നു. മഹാമാരിയാൽ ദേശം ബാധിക്കപ്പെട്ടു. ഏതാണ്ട് 70,000 പേർ മരിച്ചു വീണു എന്ന് നാം ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 24-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ദാവീദ് അനുതപിച്ചു. ദൈവസന്നിധിയിൽ തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞു നിലവിളിച്ചപ്പോൾ ദൈവം തൻ്റെ പാപത്തെ ക്ഷമിക്കുകയും ദേശത്തിൻ്റെ മേൽ വരുത്തിയ ന്യായവിധിയെ ദൈവം മാറ്റുകയും ചെയ്തു. ഇതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 30-ാമത്തെ സങ്കീർത്തനം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ ദൈവം തന്നെ വിടുവിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തുതിക്കുവാനുള്ള 4 കാരണങ്ങൾ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. 1, ദാവീദ് പറയുകയാണ്, നീ എന്നെ ഉദ്ധരിച്ചു. 2, എൻ്റെ ശത്രുക്കളുടെ മുൻപാകെ ലജ്ജിച്ചു പോകുവാൻ അനുവദിച്ചില്ല. 3, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കി. 4, എനിക്ക് ജീവരക്ഷ വരുത്തി. 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്ന നാം, യു ഹാവ് ലിഫ്റ്റഡ് മീ അപ്പ്. നീ എന്നെ കരം പിടിച്ച് ഉയർത്തി. എവിടെ നിന്നാണ് ദൈവം ദാവീദിനെ കരം പിടിച്ച് ഉയർത്തിയത്? മരണത്തിൻ്റെ വക്കിൽ നിന്നും. ദൈവത്തിന് സ്തോത്രം. നാമും ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവം നമ്മെ ഉദ്ധരിച്ചതുകൊണ്ടാണ്. നാം എവിടെയായിരുന്നു? പാപത്തിൻ്റെ താണകുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു നാം ദൈവത്തോട് ശത്രുത്വമുള്ളവരായിരുന്നു. റോമാലേഖനം 5:10 നാം അത് വായിക്കുന്നു. നാം ആത്മീകമായി രോഗാവസ്ഥയിൽ ആയിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെയും മരണത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അവൻ സാക്ഷാൽ നമ്മുടെ രോഗത്തെ വഹിച്ചു എന്ന് നാം വായിക്കുന്നു. മാത്രമല്ല, നാം എവിടെയായിരുന്നു? ആത്മീകമായി മരിച്ച അവസ്ഥയിൽ. എഫീസ്യർ 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ ആയിരുന്നു. അവിടെ നിന്നാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ കരം പിടിച്ച് ഉയർത്തിയത്. അതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വരികയും
നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വിലയേറിയ രക്തത്താൽ കർത്താവ് നമ്മെ വീണ്ടെടുത്തു. പാപത്തിൻ്റെ ആ ശോചനീയമായ അവസ്ഥയിൽ നാം ആയിരുന്നു. പാപത്തിൻ്റെ ശിക്ഷയായ നരകത്തിൻ്റെ അവകാശികളായിരുന്ന നമ്മെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കൃപയുടെ കരം കൊണ്ട് പാപത്തിൽ നിന്നും നമ്മെ വലിച്ചു കരകയറ്റി. അതുകൊണ്ട് തീർച്ചയായിട്ടും നാമും ദൈവത്തെ സ്തുതിക്കണം. കാരണം ദൈവം നമ്മെ ഉദ്ധരിച്ചിരിക്കുന്നത് കൊണ്ട് വലിയവനായ ദൈവത്തിൻ്റെ നാമം അതുകൊണ്ട് മഹിമപ്പെടുമാറാകട്ടെ. 4-5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇവിടെ ദാവീദ് ആവശ്യപ്പെടുകയാണ് തന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ. വിശുദ്ധന്മാരെ ആഹ്വാനം ചെയ്യുകയാണ് തന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. 5-ാമത്തെ വാക്യം, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധിയിങ്കൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിങ്കലോ ആനന്ദഘോഷം വരുന്നു. ഇവിടെ ദാവീദ് ആഹ്വാനം ചെയ്യുന്നത് യഹോവയുടെ വിശുദ്ധന്മാരെ. വിശുദ്ധന്മാർ എന്ന ആ വാക്കിനർത്ഥം വേർതിരിക്കപ്പെട്ടവർ എന്നാണ്. ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, എന്നോട് കൂടെ വലുവനായ ദൈവത്തെ സ്തുതിക്കുക. നാമും വിശുദ്ധരാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്താൽ നാം കഴുകൽ പ്രാപിച്ചവരാണ്. വേദപുസ്തകം രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ വിശുദ്ധന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിനാൽ ശുദ്ധീകരിക്കപ്പെട്ടവർ. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട നാം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും വലുവനായ ദൈവത്തെ നാം സ്തുതിക്കണം. മാത്രമല്ല നമ്മോടുകൂടെ അനേക വിശുദ്ധന്മാരുമുണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്. അവരെല്ലാവരും വീണ്ടെടുക്കപ്പെട്ടവരാകുന്നു, ഉദ്ധരിക്കപ്പെട്ടവരാകുന്നു എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തെ കാരണം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ധ്യാനിക്കുന്നുണ്ട്, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, ദാവീദ് ദൈവത്തോട് പാപം ചെയ്തു. ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ജനത്തെ എണ്ണി. ദേശത്ത് ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായി. മഹാമാരിയാൽ ദൈവം ദേശത്തെ ബാധിച്ചു. 70,000 പേര് ആ ദൈവ കോപത്തിൽ മരിച്ചു വീണു. എന്നാൽ ദാവീദ് ദൈവസന്നിധിയിൽ അനുതപിച്ചപ്പോൾ ദൈവത്തിൻ്റെ കോപം ദൈവം മാറ്റി. അതനുഭവിച്ച ദാവീദ് പറയുകയാണ്, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. കർത്താവിന് സ്തോത്രം. വീണ്ടും നാം വായിക്കുന്നു, സന്ധിയിങ്കൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും. അവിടെ സന്ധിയിങ്കൽ കരച്ചിൽ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ കഷ്ടതയെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. ആ കഷ്ടത മാറിയിട്ട് ആനന്ദഘോഷം വരുന്ന ഒരു സമയം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. 21-ാമത്തെ വാക്യം, സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്ത് കളയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പറയട്ടെ, നമുക്ക് കഷ്ടമുണ്ട്, നമുക്ക് ദുഃഖമുണ്ട്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പാപത്തെ ദൈവം ന്യായം വിധിക്കുമ്പോഴുള്ള ദുഃഖമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധനകൾ കൂടി കടന്നു പോകുമ്പോഴുള്ള ദുഃഖമായിരിക്കാം.
പക്ഷെ പറയട്ടെ, ആ ദുഃഖം മാറി സന്തോഷത്തിൻ്റെ ഒരു ദിവസം വലുവനായ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിഞ്ഞപ്പോൾ ദാവീദ് വിശുദ്ധന്മാരെ ആഹ്വാനം ചെയ്യുകയാണ്, വരുവിൻ, നമുക്കൊരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാം. കാരണം അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, എന്നാൽ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ദൈവത്തെ സ്തുതിക്കാം. അവൻ്റെ പ്രസാദം, അവൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കഷ്ടങ്ങൾ മാറിപ്പോകും. ഒരു സന്തോഷത്തിൻ്റെ ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടാകും, ഒരു സംശയവുമില്ല. 6-7 വാക്യങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ അവിടെ ദാവീദ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്തുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. ദാവീദ് പറയുകയാണ്, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. സുഖകാലത്ത് മനുഷ്യന് സംഭവിക്കുന്ന വലിയ ഒരു തെറ്റ്, അവനാക്കിയ ദൈവത്തെ അവൻ മറന്നു പോകുന്നു എന്നുള്ളത്. അതവൻ്റെ ജീവിതത്തിലെ നിഗളമാണ്, ഗർവമാണ്. പറയട്ടെ, അത് ദൈവം ഏറ്റവും വെറുക്കുന്ന പാപവുമാണ്. ഉസിയ രാജാവിനെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോഴും ഹിസ്കിയ്യാ രാജാവിനെ കുറിച്ചൊക്കെ നാം ധ്യാനിക്കുമ്പോഴും അവിടെ മേൽ ദൈവത്തിൻ്റെ കോപം വരുവാനുള്ള കാരണം അവർ ദൈവത്തെ മറന്ന് അവരുടെ ഹൃദയം നിഗളിച്ചു പോയത് കൊണ്ടാണ്. ഇവിടെ ദാവീദും തൻ്റെ സുഖകാലത്ത് പറഞ്ഞു, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. പക്ഷേ അവനെ കുലുങ്ങാതെ നിർത്തിയത് സ്വർഗത്തിലെ ദൈവമാകുന്നു എന്നുള്ള ചിന്ത അവൻ മറന്നുപോയി. എന്നാൽ ദൈവത്തിൻ്റെ മുഖമൊന്ന് മറച്ചു കളഞ്ഞപ്പോൾ ഞാൻ ഭ്രമിച്ചു പോയി എന്നാണ് ദാവീദ് സാക്ഷ്യമായി പറയുന്നത്. അതെ, ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ഇന്നായിരിക്കുന്നത്. പൗലോസ് പറയുന്നതും ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. നമുക്ക് പ്രശംസിപ്പാനായിട്ടൊന്നുമില്ല, നമുക്ക് പുകഴുവാനായിട്ടൊന്നുമില്ല. വലുവനായ ദൈവം തന്നതായിട്ടുള്ള കൃപകൾ മാത്രം, നാം അനുഭവിക്കുന്ന നന്മകൾ, വലുവനായ കർത്താവ് നമുക്ക് ദാനമായി തന്നതു മാത്രം. നമ്മുടെ ഹൃദയം നിഗളിച്ചു പോകുമ്പോൾ അത് ദൈവകോപത്തിന് ഇരയായിത്തീരുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് അനുഗ്രഹത്തോടെ ഈ ലോകത്തിൽ ആയിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ദാവീദ് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ സെക്യൂരിറ്റി, എൻ്റെ സുരക്ഷിതത്വം, എൻ്റെ സംരക്ഷണം എൻ്റെ കർത്താവിൽ മാത്രമാകുന്നു. കർത്താവിൻ്റെ പുറത്ത് എനിക്കൊരു സംരക്ഷണവും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഹൃദയം നിഗളിച്ചു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തരുന്ന നന്മകളെ അനുഭവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്നറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നാം മുൻപോട്ട് പോകേണ്ടത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. വീണ്ടും നാം അതിൻ്റെ അവസാനം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ താൻ ദൈവസന്നിധിയിൽ കഴിച്ച യാചന വീണ്ടും ആവർത്തിക്കുകയും ദൈവത്തിന് നേർച്ച നേരുകയും ചെയ്യുകയാണ്. ചില ചോദ്യങ്ങൾ താൻ ചോദിക്കുകയാണ് ദൈവത്തോട്. 9-ാമത്തെ വാക്യത്തിൽ, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? അപ്പോൾ താൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്, എനിക്ക് ജീവൻ നൽകണം. എൻ്റെ ശോചനീയമായ അവസ്ഥയിൽ നിന്നും ദൈവമേ നീ എന്നെ വിടുവിക്കുമ്പോൾ എനിക്ക് നിന്നെ സ്തുതിക്കുവാൻ, എനിക്ക് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, എനിക്ക് നിന്നെ സാക്ഷീകരിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എൻ്റെ യാചന നീ കേട്ട് എന്നെ സഹായിക്കണം. നമുക്കറിയാം, സങ്കീർത്തനങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന സങ്കീർത്തനങ്ങൾ വിശ്വാസത്തോടെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഈ സങ്കീർത്തനവും അപ്രകാരം തന്നെയാണ്. 15-ാമത്തെ വാക്യത്തിൽ, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. താൻ പറയുകയാണ്, എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു,
എൻ്റെ രട്ട നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. എൻ്റെ കഷ്ടത, എൻ്റെ അരിഷ്ടാവസ്ഥ, എൻ്റെ ശോചനീയമായ അവസ്ഥ കർത്താവെ നീ മാറ്റിത്തന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്നെ സ്തുതിക്കും. അതാണ് തൻ്റെ നേർച്ച. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ശോചനീയമായ അവസ്ഥയെ ദൈവം മാറ്റുമ്പോൾ, നമ്മുടെ രോഗത്തെ ദൈവം മാറ്റുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളെ ദൈവം മാറ്റുമ്പോൾ, തീർച്ചയായും നമുക്കും ദൈവത്തോട് ഒരു നേർച്ചയുണ്ടായിരിക്കണം. എൻ്റെ ദൈവമേ, എനിക്ക് നൽകിയിട്ടുള്ള ആയുസ്സൊക്കെയും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്നെ സാക്ഷീകരിക്കും, നിന്റെ നാമത്തെ പ്രസ്താവിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, വലുവനായ ദൈവം, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. നാം പാപം ചെയ്യുമ്പോൾ അവൻ നമ്മെ ശിക്ഷിക്കുന്നു. എന്നാൽ നാം ദൈവസന്നിധിയിൽ അനുതപിക്കുമ്പോൾ ശിക്ഷയെ മാറ്റി നമ്മുടെ സന്തോഷത്തെ തിരികെ നൽകി ദൈവകൃപയിൽ നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവം. അതുകൊണ്ട് ദൈവം നമ്മെ ഉദ്ധരിച്ചിരിക്കയാൽ, അവൻ നമ്മെ കരം പിടിച്ച് ഉയർത്തിയിരിക്കയാൽ, നമ്മെ ദൈവമക്കളാക്കി തീർത്തത് കൊണ്ട്, സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർത്തത് കൊണ്ട്, വലുവനായ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ വലുവനായ ദൈവം സഹായിക്കട്ടെ. വലുവനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സങ്കീർത്തന ധ്യാനത്താൽ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.